നടി ആക്രമിക്കപ്പെട്ട കേസിൽ അതിജീവിതയുടെ അഭിഭാഷക അഡ്വക്കേറ്റ് ടി ബി മിനി നമുക്കൊപ്പം 24-നൊപ്പം തത്സമയം ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് ടി ബി മിനി, ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ അതിജീവിതയുടെ അഭിഭാഷകയാവുന്നതിന് മുമ്പ് ഒരുപാട് ചർച്ചകളിൽ ഒരുമിച്ചിരുന്നിട്ടുണ്ട്. ഒരുപാട് ചർച്ചകളിൽ വലിയ വാഗ്വാദങ്ങളുണ്ട്. അതിനുശേഷം ഒരു ഘട്ടം കഴിയുന്നു, അതിജീവിതയുടെ അഭിഭാഷകയാവുന്നു. അതിനുശേഷം ചേച്ചി അങ്ങനെ ചർച്ചയ്ക്ക് കിട്ടിയിട്ടില്ല. കോൺഫിഡന്റ് അല്ലേ? കോൺഫിഡന്റ് ആണ്, 100% കോൺഫിഡന്റ് ആണ്. ആഷ്മി 100% കോൺഫിഡന്റ് ആണ്. ഉമാ തോമസ് സംസാരിക്കുകയായിരുന്നു മാധ്യമങ്ങളിൽ. അപ്പോൾ ഉമാ തോമസ് പറയുന്നത് ഉമാ തോമസിന് ആശങ്കകളുണ്ട് എന്ന് പറയുകയാണ്. ഒരു 50-50 ചാൻസിനെ പറ്റി ഉമാ തോമസ് പറയുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് മനുഷ്യരുണ്ട്. കാര്യം ഇത് ഒരുപാട് പേരുടെ ഉള്ളിലെ ട്രോമയും പാനിക്കും ടെൻഷനും ഒക്കെയാണല്ലോ. അപ്പോൾ ഇന്നലെയൊക്കെ നമ്മളൊക്കെ ഫോണിൽ വിളിച്ച് എന്താവും ചോദിക്കുന്ന എത്ര പേരാണെന്ന് അറിയാം. അപ്പോൾ അത് ഒരു പക്ഷേ ആ ആശങ്ക കൊണ്ട് പറയുന്നതാവും അതല്ലേ ഉമാ തോമസ് എം എൽ എ? ഉമാ തോമസിനെ സംബന്ധിച്ച് അതിൻ്റെ തെളിവുകളെ കുറിച്ച് ഒന്നും അറിയില്ലല്ലോ. PT മാത്രമല്ലേ അവിടെ വന്ന് മൊഴി പറഞ്ഞിട്ടുള്ളൂ. ഉമാ തോമസിനെ സംബന്ധിച്ച് അതറിയില്ല. ഉമാ തോമസ് ഈ കേസിൽ മറ്റാരെയും പോലെ ഉള്ള ഒരു സാധാരണ ആളാണ്. പക്ഷെ അവർക്കിതിൽ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് അവർക്ക് ടെൻഷൻ ഉണ്ടാവുന്നത്. ഗൂഢാലോചന തെളിയിക്കൽ എന്ന് പറയുന്നത് ഹെക്ടിക് ടാസ്ക് ആണ്, നമുക്കറിയാം. നമുക്ക് TP കേസിലെ പൂക്കട ഗൂഢാലോചന അടക്കം ഇല്ലാതായപ്പോൾ എങ്ങനെയാണെന്ന് അറിയാം. പക്ഷേ ഈ കേസിൽ ഗൂഢാലോചന നേർക്കുനേർ തെളിവെന്ന് പറഞ്ഞാൽ ഈ പ്രതികൾ കൂടിയെന്ന് ഗൂഢാലോചന നടത്തുന്ന CCTV ദൃശ്യങ്ങൾ കിട്ടണം. അത് സാധ്യമല്ല. അല്ലെങ്കിൽ ദൃശ്യങ്ങൾ അങ്ങനെ അത് ഗൂഢാലോചനയിലും ആവില്ലല്ലോ, ഗൂഢമായ ആലോചനയാണല്ലോ ഇത്. പക്ഷേ ഈ പറയുന്ന ബാക്കിയുള്ള അനുബന്ധ തെളിവുകൾ, അത് ചേർന്ന് നിൽക്കുന്ന തെളിവുകൾ നിങ്ങൾക്ക് മറ്റൊരു കേസിൽ ഒരു പക്ഷേ ഇത്ര ഉണ്ടോയെന്ന് അറിയില്ല, ശേഖരിക്കാൻ കഴിയാവുന്നതിൻ്റെ പരമാവധി തെളിവുകൾ നിങ്ങൾക്ക് ശേഖരിക്കാൻ കഴിഞ്ഞു. കോടതി കാണുമെന്ന പ്രതീക്ഷ ഉണ്ട് നിങ്ങൾക്കല്ലേ? തീർച്ചയായിട്ടും. അതായത് ആഷ്മി, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ പ്രകൃതിയുടെ ഒരു കയ്യൊപ്പ് ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ ചാർജ് ഫയൽ ചെയ്യണ സമയത്ത് നമ്മൾ ഇതിൽ നേരിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള ആളുകളെ വെച്ചിട്ട് ചാർജ് കൊടുക്കുമായിരുന്നു. അതിനുശേഷം ഈ പറഞ്ഞ 8-ാം പ്രതി കൊടുത്ത ഒരു പരാതി അന്വേഷിച്ചിട്ടാണ് ബാക്കി തെളിവുകൾ നമ്മൾക്ക് കിട്ടുന്നത്. അതിനുശേഷം ബാലേന്ദ്രകുമാർ എന്ന് പറഞ്ഞ സാക്ഷി സ്വമേധയാ വന്ന് തെളിവ് തരികയാണ്. അത് റിപ്പോർട്ടർ ചാനലിൽ ആണ് ആള് പറയുന്നത്. അല്ലാതെ സർക്കാരിന് കൊടുത്തു, മുഖ്യമന്ത്രിക്ക് കൊടുത്തു. പക്ഷെ അപ്പോഴൊന്നും നടപടിയില്ലാതെ നേരെ റിപ്പോർട്ടർ ചാനലിൽ വന്നിട്ട് ചാനലാണ് ആ തെളിവുകളൊക്കെ പറയുന്നത്. ഞാൻ പറഞ്ഞത്, ഇത് അന്വേഷണ ഉദ്യോഗസ്ഥർ നേരിട്ട് പോയി അന്വേഷിച്ച് ചകഞ്ഞ് എടുക്കുന്നതിനേക്കാൾ കൂടുതലായി നേരെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു പ്രകൃതിയുടെ മനോഹരമായിട്ടുള്ള ഒരു നടപടി ഈ കേസിൽ ഉണ്ടായിട്ടുണ്ട്. ത്രൂ ഔട്ടുണ്ട്. നിങ്ങളൊക്കെ ഇപ്പം നമുക്ക് ഈ വിധിക്ക് ശേഷം നമുക്ക് സംസാരിക്കാം. അത്ര മനോഹരമായ തെളിവുകളുണ്ട്. മനോഹരമായ തെളിവുകൾ എന്ന് പറഞ്ഞാൽ അതിന് ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് കോടതിയാണ്. പക്ഷേ കോടതിക്ക് മുഖം തിരിഞ്ഞു നിൽക്കാൻ കഴിയാത്ത തരത്തിലുള്ള ധാരാളം തെളിവുകൾ ഹാജരാക്കപ്പെട്ടിട്ടുണ്ട് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന്. ഉറപ്പായും ഒരു ഘട്ടത്തിൽ കോടതിയെ വിമർശിക്കേണ്ടതായി വന്നിട്ടുണ്ട്. കോടതി ജഡ്ജിക്ക് ക്രിട്ടിക്കലായി സംസാരിക്കേണ്ടി വന്നു. അതൊക്കെ ഒരു ഘട്ടത്തിൽ ഗത്യന്തരമില്ല നിങ്ങളൊക്കെ ചെയ്താണ്. ഞാൻ പറഞ്ഞ ആദ്യഘട്ട ചർച്ചയുടെ കാര്യമാണ്. അത് കഴിയുന്നു, വിചാരണ കഴിയുന്നു എന്ന് പറഞ്ഞാൽ ഇത് സമയമെടുത്തു. ഇപ്പോൾ ഒരു വിചാരണയുടെ സമയദൈർഘ്യം ഒക്കെ വിമർശിക്കപ്പെടാമെങ്കിലും ഞാൻ കരുതുന്നത് നല്ലതായി എന്നുള്ളതാണ്. കാര്യം എല്ലാ കൺസേൺസും അഡ്രസ്സ് ചെയ്തു, എല്ലാ തെളിവുകളും വന്നു, ബാലേന്ദ്രകുമാറിന്റെ അടക്കം തുടരന്വേഷണം അടക്കം വന്നു. പോട്ടെ, അതിൻ്റെ ദീർഘനാൾ കഴിഞ്ഞു, വിചാരണ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ പൂർത്തിയാക്കി, കഴിയുന്നതിൻ്റെ പരമാവധി പൂർത്തിയാക്കി അത് വിധി വരാനിരിക്കുകയാണ്. അത് ഇനി വിധി വരട്ടെ. പക്ഷെ അതിനൊപ്പം ഈ ദിവസം നമ്മൾ ഈ പറയുന്ന കേരള ചരിത്രത്തിൽ ഇന്നേവരെ കേട്ടിട്ടില്ലാത്തൊരു കേസിൽ അങ്ങേയറ്റം ആക്രമിക്കപ്പെട്ട ഒരു നടിക്കൊപ്പം നിന്നവരാര്, അല്ലാത്തവരാര് എന്ന ചോദ്യവും ഈ ദിവസം പ്രധാനപ്പെട്ട ചോദ്യമാണ് കേട്ടോ. ടിബിമിനി, ചോദ്യം ചെയ്യാനുള്ള റൈറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതങ്ങനെ ചെയ്യുക വേണം. കാരണം ഒരു വിക്ടിമിൻ്റെ കൂടെയല്ലേ ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയിൽ ഡെവലപ്ഡ് ആളുകൾ നിൽക്കേണ്ടത് എന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ. അപ്പം നമ്മുടെ സൊസൈറ്റി അത്രയ്ക്ക് വളർന്നിട്ടില്ല എന്ന് വിലയിരുത്താനേ നമുക്ക് പറ്റൂ.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.